സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി, സത്യസന്ധരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് സത്യസന്ധതയും അതുപോലെ തന്നെ വിശ്വസ്തതയും നിലനിർത്തി ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം വിശ്വാസികളോട് അതിനു വേണ്ടിയാണ് ആഹ്വാനം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങളുടെ തഖ്വയിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം നിങ്ങളായിത്തീരേണ്ടത് മഅസ്സാദിഖീൻ, സത്യസന്ധരുടെ കൂടെ ആയിരിക്കണം നിങ്ങളെപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു വെറുക്കുന്ന, എല്ലാവരും വെറുക്കുന്ന കുറ്റകരമായ വിശ്വാസവഞ്ചന എന്ന് പറയുന്ന നീചമായ പ്രവൃത്തിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാൻ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. اللهم إني أعوذ بك من الخيانة فإنها بئست البطانة. നബി തങ്ങളുടെ ദുആയാണത്. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ഖിയാന, വിശ്വാസവഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഫഇന്നഹാ ബിഇസത്തിൽ ബിതാന, അത് മനുഷ്യന്റെ കൂടെ പിറപ്പായി കൊണ്ട് നടക്കുന്നത് എത്ര ദുഷിച്ച ഏർപ്പാടാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. വിശ്വസ്തത മുഅ്മിനീങ്ങളുടെ അടയാളമാണ് എന്ന് ഖുർആനും ഹദീസും ആവർത്തിച്ചു പറഞ്ഞിരിക്കയാൽ അതിൻ്റെ നേരെ മറുവശമായ വിശ്വാസവഞ്ചന കാപട്യത്തിൻ്റെയും കുഫറിൻ്റെയും അടയാളമാണ്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, കുഫർ ഒളിപ്പിച്ച് നടക്കുന്ന കാഫിറുകളായ മുനാഫിക്കുകളായ ആളുകളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അവർ സംസാരിച്ചാൽ കള്ളം പറയും എന്ന് മാത്രമല്ല, ഇദഅ്തുമിന ഖാന, അവരെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ അവർ ചതിക്കും. വൈദാ ആഹദ ഗദറ, കരാറുകൾ എടുത്താൽ ആ കരാറുകൾ പാലിക്കാതെ വൻ ചതിയാണ് അവർ പ്രയോഗിക്കുക എന്ന്. അത്തരക്കാരെ അള്ളാഹുവിന് അവരോടുള്ള വെറുപ്പ് റബ്ബ് വ്യക്തമാക്കി തന്നെ പഠിപ്പിച്ചു തന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ, ഇത്തരം വിശ്വാസവഞ്ചകന്മാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഇത്തരക്കാർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ടാകും രാജ്യത്ത്. ഒരു രാജ്യം വിശ്വസിച്ചുകൊണ്ട് അഭയം നൽകുകയും ഒരു രാജ്യത്തവർക്ക് ജോലി നൽകുകയും ഒരു രാജ്യത്തവർക്ക് വേണ്ട ജീവിതാനുഭവങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ആ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്കനുകൂലിച്ച് സംസാരിക്കുന്ന ആളുകളെപ്പോലും കഠിന വെറുപ്പോടുകൂടെയാണ് അള്ളാഹു സംസാരിച്ചിട്ടുള്ളത്. വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീമാ. അള്ളാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മവഞ്ചകരായ ഇത്തരത്തിലുള്ള വിശ്വാസവഞ്ചകന്മാർക്ക് വേണ്ടി നീ ഒരിക്കലും വാദിക്കുന്ന തർക്കിക്കുന്നയാളായി മാറരുത്. വഞ്ചകന്മാരെയും കടും പാപികളെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവർ ചെയ്യുന്ന കുതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഒളിച്ച് ഗൂഢമായ മീറ്റിങ്ങുകൾ ചേർന്ന് അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ ചില ഗൂഢമായ പ്രത്യേകമായ തീരുമാനങ്ങളിൽ ഏർപ്പെടുന്നു. അതേ അവസരത്തിൽ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ എന്ന ആ ഗൂഢമായ ശ്രമങ്ങളൊന്നും മറച്ചു വെക്കാൻ അവർക്കാവുകയുമില്ല. വഹുവ മഅഹും, ആരാണ്? അല്ലാഹ്. അവരുടെ കൂടെ സദാ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. ഇത് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗലി, റബ്ബൊരിക്കലും തൃപ്തിപ്പെടാത്ത വാക്കുകളും പ്രവർത്തികൾക്കും വേണ്ടി അവർ രാവുകളിൽ രഹസ്യയോഗം ചേരുകയാണ്. അത്തരത്തിലുള്ള ആളുകൾ വകാനല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ കാര്യങ്ങളെയും സൂക്ഷ്മമായി വരിഞ്ഞു മുറുക്കി വലയം ചെയ്ത് അറിവുള്ളവനാണ് അള്ളാഹു എന്നവർ മനസ്സിലാക്കാത്ത പോയത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഇത്തരത്തിലുള്ള വിശ്വാസവഞ്ചകന്മാരുടെ സ്വഭാവം അവർ വിശ്വാസികളുടെ കൂടെ, ഒരു രാജ്യനിവാസികളുടെ കൂടെ
ആ രാജ്യത്തോട് കൂറുള്ളവരാണെന്ന് അഭിനയിച്ച് നടിച്ചുകൊണ്ട് അവരുടെ കൂടെ നടന്ന് ഞങ്ങളും നിങ്ങളെപ്പോലെയാണെന്ന് പറയും. വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും വമാ ഹും മിൻകും വലാകിന്നഹും ഖൗമുൻ യഫറഖൂൻ ലൗ യജിദൂന മൽജഅ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ. വളരെ വ്യക്തമായി അവരെ തൊലിയുരിച്ച് കാണിക്കുകയാണ് അല്ലാഹു. വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഛിദ്രശക്തികൾ ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അവരുടെ തനിനിറം വ്യക്തമായി തന്നെ അവന്റെ വചനങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. വയഹ്ലിഫൂന ബില്ലാഹ്, അവർക്കെന്നുമുള്ള സ്വഭാവം എന്തായിരിക്കും? അള്ളാഹുവിൽ ആണയിട്ടുകൊണ്ട് അവർ പറയും ഇന്നഹും ലമിൻകും, അവരും നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നവർ പറയും. വമാഹും മിൻകും, വാസ്തവത്തിൽ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല. വലാകിന്നഹും ഖൗമുൻ യഫറഖൂൻ, വിഘടിതമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനതയാണവർ. അതിനുവേണ്ടി ഒളിഞ്ഞും പാത്തും അവർ കേന്ദ്രങ്ങൾ തേടും. അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ കിട്ടാൻ അവർ അന്വേഷിച്ച് അവിടേക്ക് അവർ നുഴഞ്ഞു കയറി അവരുടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടുകയാണ് അവർ ചെയ്യുക. ലൗ യജിദൂന മൽജഅ, വല്ല അഭയം തേടാനുള്ള കേന്ദ്രങ്ങളും അവർ കണ്ടെത്തിയാൽ, ഔ മഗാറാത്തിൻ, അല്ലെങ്കിൽ വല്ല ഗുഹകളോ, ഔ മുദ്ദഖലൻ, അല്ലെങ്കിൽ പ്രവേശിക്കാൻ പറ്റിയ വല്ല ഒളിത്താവളങ്ങളോ ബങ്കറുകളോ അവര് കണ്ടെത്തിയാൽ, ലവല്ലൗ ഇലൈഹി, അതിലേക്ക് അവർ പെട്ടെന്ന് വഹും യജ്മഹൂൻ, കുതിച്ചു പായും അവർ. എന്തിനു വേണ്ടി? രാജ്യത്തെ നശിപ്പിക്കുവാനുള്ള ഗൂഢപ്രവർത്തനങ്ങൾക്ക്, ശത്രുക്കൾക്ക് ശക്തി പകരാൻ. ഇതാണ് അവർ സ്വയം വഞ്ചിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ നാടും നാട്ടാരും വെറുക്കുമെന്നാണ് ഇസ്ലാം തന്നെ പഠിപ്പിച്ചു. മൻ ഗശ്ശന ഫലൈസ മിന്ന, നമ്മെ ചതിക്കുന്നവർ, നമ്മെ വഞ്ചിക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന്. ഇത്തരത്തിലുള്ള ചതിയന്മാരെ നാളെ പരലോകത്ത് അവരെ പ്രത്യേകം അടയാളങ്ങൾ കൊണ്ട് തുറന്ന് കാണിക്കപ്പെടും മഹ്ശറിൽ എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഇദാ ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദ്യ ജനങ്ങളും അവസാന ജനങ്ങളും അഥവാ സർവസൃഷ്ടികളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, യുർഫഉ ലികുല്ലി ഗാദിരിൻ ലിവാഉൻ, ഓരോ വിശ്വാസ ചതിയന്മാരെയും വഞ്ചകന്മാരെയും അവർക്കൊക്കെ പ്രത്യേകം ചില കൊടികൾ അവരുടേതായ മൂടിൽ നാട്ടപ്പെടും. ഫയഖാലു, എന്നിട്ട് വിളിച്ചു പറയപ്പെടും, ഹാദിഹി ഗദറത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ ചതിയനായിരുന്നു ഇവൻ എന്ന്. അവന്റെ ചതിയെ പരസ്യമായി മാലോകരുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന വിധത്തിൽ ഒരു പതാക അവന്റെ അടുത്ത് നാട്ടിക്കൊണ്ട് അള്ളാഹു അവനെ വഷളാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രാജ്യത്തവർ ഫിത്നകളിൽ മുഴുകും. ഫണ്ടുകൾ ഒരു രാജ്യത്ത് നിന്ന് പിരിച്ച് ശത്രുക്കൾക്ക് ശക്തി പകരുവാൻ വേണ്ടി അവർ പിരിച്ച് അയച്ചു കൊടുക്കും. തീവ്രവാദികൾക്ക് വേണ്ടി അവർ പരിശ്രമങ്ങൾ നടത്തും. അവരുമായി രഹസ്യ ചങ്ങാത്തങ്ങൾ സ്ഥാപിക്കും. അങ്ങനെ അവരുടെ കോടാലി കൈകളായി അവർ മാറും. മതത്തിന്റെ ചിഹ്നങ്ങളും മറ്റും ധരിച്ച് അവർ ഞങ്ങൾ മതബോധമുള്ളവരാണെന്നും ഞങ്ങളാണ് സൂക്ഷ്മാലുക്കളെന്നും മറ്റുള്ളവരൊക്കെ ഇവിടെയുള്ള രാജാക്കന്മാർക്ക് പാദസേവ നടത്തുന്നവരാണെന്നും അവർക്ക് സ്തുതി പാടുന്ന അത്തരത്തിലുള്ള കൊട്ടാര പണ്ഡിതന്മാരാണെന്നും അവർ മറ്റുള്ളവരെ സമാധാന പ്രേമികളെ മുദ്രകുത്തും. അങ്ങനെയുള്ള പല കുതന്ത്രങ്ങളും അവരെ കാണിക്കും. അല്ലാഹു പറയുന്നു, ഖദ് മകറൂ മകറഹും വഇൻദല്ലാഹി മക്റുഹും വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ. അവർ അവരുടെ കുതന്ത്രങ്ങളും ചതികളും അവർ പ്രയോഗിക്കുക തന്നെയാണ്. എന്നാൽ അവരറിയണം, അല്ലാഹുവിനറിയാം അവരെന്തൊക്കെ ചെയ്തികളും കുതന്ത്രങ്ങളുമാണ് ചെയ്യുന്നതെന്ന്. വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, വൻ പർവ്വതങ്ങളെ തന്നെ ഇളക്കി മറിക്കാനാകുന്ന വിധത്തിലുള്ള ചതിയാണ് അവർ പ്രയോഗിക്കുന്നതെങ്കിലും അവരെ നശിപ്പിക്കാനും അവരുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാനും റബ്ബ് കെൽപ്പുള്ളവനാണെന്ന് അവർ അത്രയും വേഗം തിരിച്ചറിയുന്നുവോ അത്രയും അവർക്ക് നല്ലതാണ് എന്ന്. എത്ര വൃത്തികെട്ട സ്വഭാവമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് താമസിക്കുക, ആ രാജ്യത്തേക്ക് വിസയെടുത്ത് ഇവിടെ വരിക, ഇവിടെ ജോലി ചെയ്യുക, ഇവിടുത്തെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുക, ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ഈ രാജ്യത്തെ മറ്റു രാജ്യത്തെ ശത്രുക്കൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കുക, ആ രാജ്യത്തെ ശത്രുക്കളുടെ മറ്റുള്ള ശത്രുക്കളുടെ ചട്ടുകങ്ങളായി മാറുക, സത്യത്തിനെതിരെ നീങ്ങുക. എത്ര കടുത്ത വഞ്ചനയാണത്! ഒരു രാജ്യം അവരോട് ചെയ്ത നന്മകൾക്ക് തിരിച്ച് നന്മ ചെയ്യാനായില്ലെങ്കിലും തിന്മ ചെയ്യാതിരുന്നുകൂടെ? വലാ തതബദ്ദലുൽ ഖബീസ ബിത്തയ്യിബി
നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പകരം ചീത്തയല്ല കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്, നിങ്ങൾ നന്ദിയുള്ളവരായിട്ടാണ് ജീവിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സന്ദർഭത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം വഞ്ചകന്മാരെ തിരിച്ചറിയേണ്ടത് വിശ്വാസികളുടെ കടമയാണ്. അവരുടെ ചതിക്കുഴിയിൽ ചെന്ന് വീഴാതിരിക്കുവാനുള്ള ജാഗ്രതയുണ്ടായിരിക്കണം. സദ്വൃത്തരുടെയും സാലിഹീങ്ങളുടെയും വേഷം ധരിച്ചാണവർ രംഗത്ത് വരിക. വാസ്തവത്തിൽ അതൊക്കെ കേവലം കാപട്യങ്ങളാണ്. വഹും ശർറുൽ ഖൽഖി വൽ ഖലീഖ, സൃഷ്ടിപ്പിലും സംസ്കാരത്തിലും വൃത്തികെട്ടവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാത് കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിധ്വംസക ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ മതമേലങ്കി അണിഞ്ഞുകൊണ്ട് പുറപ്പെടുമെന്ന പ്രവചനം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസികളായ ആളുകളെ മുഴുവൻ കാഫിറുകളായി ചിത്രീകരിച്ച് അവരുടെ രക്തം ചിന്തൽ അനുവദനീയമാണെന്ന് പറയുന്ന മഹാന്മാരായ സ്വഹാബാക്കളെ മുഴുവൻ കാഫിറുകളായി ചിത്രീകരിക്കുന്ന, അവരെ ഈ രാജ്യദ്രോഹികളായ തെമ്മാടികളെക്കാൾ അതപ്പതിച്ചവരാണ് അബൂബക്കറും ഉമറും ഉസ്മാനും എന്നൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ സർവ സഹാബിമാരും കാഫിറുകളാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഖവാരിജുകളെന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെയും ആ ഖവാരിജുകളുടേതായ ആശയങ്ങൾക്ക് ഇന്നും എല്ലാ അർത്ഥത്തിലും പതാക വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പണ്ടേ മുന്നറിയിപ്പ് നൽകിയത് അവർ മതമേലങ്കി അണിഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുക, അതിൽ നിങ്ങൾ വീഴരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അവർക്ക് മതവുമായിട്ട് പുലബന്ധമില്ലെന്ന് സോദാഹരണം വിവരിച്ചു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. യഖ്റുജു ഫീകും ഖൗമുൻ, നിങ്ങളിൽ ഒരു ജനത പുറപ്പെടാനിരിക്കുന്നു. തഹ്ഖിറൂന സ്വലാതകും മഅ സ്വലാതിഹിം, അവരുടെ നിസ്കാരം നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. വസിയാമകും മഅ സിയാമിഹിം, അവരുടെ നോമ്പ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങളൊക്കെ നിങ്ങളുടെ നോമ്പൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. വഅമലകും മഅ അമലിഹിം, അവരൊക്കെ ദീനിന് വേണ്ടി ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കപട പ്രവർത്തനങ്ങൾ പുറമേക്ക് അവർ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നവരെ നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്നിട്ട് പറഞ്ഞു, അവരുടെ മുഖമൂടി വലിച്ച് കീറിക്കൊണ്ട് പറഞ്ഞു, വയഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് സമൂഹത്തെ പറ്റിക്കാൻ നോക്കും, രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ. ഇന്ന ഭരണാധികാരി കാഫിറാണ്, അയാൾ തെമ്മാടിയാണ്, അതുകൊണ്ട് അയാളെ കൊല്ലണം, രാജ്യത്ത് കുഴപ്പമുണ്ടാക്കണം, രാജ്യത്ത് ഫിത്നയുണ്ടാക്കണം, അല്ലാത്തവരൊക്കെ പേടിത്തൊണ്ടന്മാരാണ് എന്നിങ്ങനെ പറഞ്ഞ് യുദ്ധസന്ദർഭങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വചനങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വിശ്വാസികളുടെ നാട്ടിൽ, സമാധാനത്തോടെ ജീവിക്കുന്ന നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാക്കാൻ വേണ്ടി അവരായത്തുകൾ ഓതും എന്നാണ് മുസ്തഫ പറയുന്നത്. പക്ഷേ ഓതുന്ന ആയത്തുകളൊക്കെ കേവലം തൊണ്ടക്കുഴി വിട്ട് താഴോട്ടിറങ്ങില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ തട്ടിയല്ല അവരതൊക്കെ പറയുന്നത്. അവരുടേതായ നീച പ്രവർത്തനങ്ങൾക്ക് മറപിടിക്കാൻ വേണ്ടി മാത്രമാണ്. ആ ആയത്തും അവരുടെ ആശയങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ലാ യുജാവിസു ഹനാജിറഹും യംറുഖൂന മിനദ്ദീനി, മതത്തിൽ നിന്നവർ തെറിച്ച് പുറത്തേക്ക് പോകും. ഏതുപോലെ കമാ യംറുഖുസ്സഹ്മു മിനർ റമിയ്യ, വേട്ടമൃഗത്തിൽ നിന്ന് വേട്ടമൃഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പെയ്ത വ്യക്തി എയ്ത് വിട്ടിട്ടുള്ള അമ്പ് ആ വേട്ടമൃഗത്തിൻ്റെയും ശരീരം തുളച്ചു പുറത്തേക്ക് പോകും പോലെ മതത്തിലേക്ക് അവർ ഉള്ളിലേക്ക് കയറിയെന്നേയുള്ളൂ. അതേ സ്പീഡിൽ, അതിനേക്കാൾ സ്പീഡിൽ മതത്തിൻ്റെ ഒരംശം പോലും അവരിൽ പറ്റിപ്പിടിക്കാതെ അവർ പുറത്തേക്കങ്ങ് പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന കലാപകാരികളുടെ, മതവേഷമണിയുന്ന ആളുകളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന സുവ്യക്തമായ ഈ പ്രഖ്യാപനം അന്ന് ഖവാരിജുകളുടെ കാര്യത്തിൽ പുലർന്നു. അവർ ഇസ്ലാമിക ഖലീഫമാരെ, ഭരണാധികാരികളെ, അന്നത്തെ മുസ്ലിം നേതാക്കന്മാരെ മുഴുവൻ അവർ കാഫിറുകളായി ചിത്രീകരിച്ച് കൊലക്ക് കൊടുത്തു. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വരെ സ്വന്തം പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന, ഖുത്ബ നിർവഹിച്ചിരുന്ന മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പൂക്കുറ്റി പോലെ ചിതറിത്തെറിക്കുന്ന രക്തം മുസഹഫിലേക്ക് തെറിക്കുമാറ് ആ കഴുത്തിൽ അവർ വെട്ടിയ തലയവർ അറുത്ത് കളഞ്ഞു. അതിനും അവർ തെളിവോതിയത് ആയത്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഭീകരവാദികൾ, ഇതാണ് വിധ്വംസക പ്രവർത്തകന്മാർ. അതുകൊണ്ട് ഏത് കാലത്തും
ഇത്തരം വഞ്ചകന്മാരെ അടക്കിയിരുത്തിയ ചരിത്രമുണ്ട് ഇസ്ലാമിന് പറയാൻ. റബ്ബ് മുന്നറിയിപ്പ് നൽകി, നിന്നെ വഞ്ചിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ മനസ്സിലാക്കിക്കോളൂ, ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബൽ, അള്ളാഹിനെ അവർ കുറെ പറ്റിക്കാനും വഞ്ചിക്കാനും ഒക്കെ നോക്കിയതാണ്. പക്ഷേ ഫഅംകന മിൻഹും, റബ്ബ് അവരെ അടക്കിയിരുത്തിയിട്ടുണ്ട്. അല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, ജ്ഞാനിയാണ് എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഛിദ്രശക്തികളെ കരുതിയിരിക്കൽ ഏതൊരു വിശ്വാസിക്കും നിർബന്ധമായ അവൻ്റെ ഈമാനിൻ്റെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർഭയത്വം, ആ നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ സൗകര്യം ഒരുക്കി തന്നത് വലിയ നിഅമത്ത്. ആ നിഅമത്തിന് തുരങ്കം വെക്കുവാൻ വേണ്ടി ശത്രുക്കൾക്ക് നുഴഞ്ഞു കയറാൻ പഴുതൊരുക്കൽ കടുത്ത കുറ്റമാണ്. അതാണ് വിശ്വാസവഞ്ചന എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓരോരുത്തർക്കും ഓരോ രാജ്യത്ത് ജീവിക്കുമ്പോഴും ഓരോ നിയമങ്ങളുണ്ട്. അലാ കുല്ലുക്കും റായി, നിങ്ങളെല്ലാവരും അറിയണം, നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വകുല്ലുക്കും മസ്ഊൽ, നിങ്ങളെല്ലാവരും അവരവർ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പരലോക കോടതിയിൽ മറുപടി പറയേണ്ടവരാണ്. അള്ളാഹു വളരെ ഗൗരവത്തോടെ മുത്ത മുസ്തഫയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന പട്ടാളം നമുക്കൊന്നും ചെയ്യാനായില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഇടം കണ്ടെത്തുക എന്നുള്ളത് നമ്മളൊരു രാജ്യത്തോട് ചെയ്യുന്ന കൂറും നന്ദിയുമാണത്. പുണ്യകരമായൊരു പ്രവൃത്തി തന്നെയാണ് അതും എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഐനാനിലാ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകളെ നരകത്തീ സ്പർശിക്കുകയേയില്ല. അതിലൊന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒലിക്കുന്ന കണ്ണുനീരുകൾ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണുകൾ നരകാഗ്നി സ്പർശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ മനസ്സിലാക്കണം, പാതിരാവുകളിൽ ഒറ്റയ്ക്കിരിക്കുന്ന വേളകളിൽ നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധ്യമായാൽ അത് റബ്ബിനെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും ഖുശൂഇൻ്റെയും കറകളഞ്ഞ രൂപം അതാണ്. ആൾക്കൂട്ടത്തിനിടയിലെ കൂട്ടക്കരച്ചിലിനേക്കാൾ അപ്പുറം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നടത്തുന്ന മറ്റേതെങ്കിലും ഭാവപ്രകടനങ്ങളെക്കാൾ അപ്പുറം സ്വന്തം ഒഴിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ ഗതകാല പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ കണ്ണുനീര് നാളെ മഹ്ശറിൽ നമുക്ക് നമ്മുടെ കണ്ണിന് നരകത്തിൽ നിന്നുള്ള കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന കണ്ണ് നരകാഗ്നി അതിനെ സ്പർശിക്കുകയില്ല. രണ്ടാമത്തൊരു കണ്ണ് വഐനുൻ, മറ്റൊരു കണ്ണ് ബാത്തത്, അത് രാത്രി ഉറക്കമിളച്ചിരിക്കുകയാണ്. തഹറുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന, ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന, കാവലിരിക്കുന്ന കണ്ണുകൾ. അത് സംരക്ഷിക്കേണ്ട ഇടങ്ങളിലെല്ലാം സംരക്ഷണം നൽകാൻ വേണ്ടി, ഏതെല്ലാം സൽക്കാര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെ ഉറക്കമിളച്ചിരിക്കുന്നുവോ ആ ഉറക്കമിളക്കുന്ന കണ്ണുകൾ, കാവലിരിക്കുന്ന കണ്ണുകൾ അവന് നാളെ നരകത്തിൽ നിന്ന് മറയാണെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഛിദ്രശക്തികൾക്ക് നുഴഞ്ഞു കയറാതിരിക്കാൻ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള ശക്തികളെ കുറിച്ച് നമുക്ക് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകളെ അത് അറിയിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കുറ്റവാളികൾ അവർ ചെയ്യുന്നത് ചെയ്തോട്ടെ, ഞാനൊന്നും അറിഞ്ഞില്ല, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളതല്ല. ഒരു രാജ്യത്തെ വെട്ടിമുറിക്കാനും അവിടെയുള്ള സമാധാനം നശിപ്പിക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിധ്വംസക ശക്തികൾ അവരാര് തന്നെയായിരുന്നാലും അവരെക്കുറിച്ച് വേണ്ടപ്പെട്ടവരോട് അറിയിപ്പ് കൊടുക്കേണ്ട കടമയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കൽ ശാപഹേതുവാണ് എന്നാണ്. ലഅനല്ലാഹ് മൻ ആവാ മുഹ്ദിസ, ഒരു അക്രമിക്കോ
വിനാശകാരിക്കോ ദീനിൽ ബിദ്അത്തുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന പുത്തൻ കക്ഷികൾക്കോ അഭയം നൽകുന്നവനെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ്. ആ പ്രവർത്തനം ചെയ്തോളണമെന്നില്ല. അത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് താങ്ങും തണലുമാവുകയോ അഭയം നൽകുകയോ ചെയ്താൽ പോലും അത് ശാപഹേതുവാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന അത്തരത്തിലുള്ള കലാപകാരികളും പെട്ടു. ദീനിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിദഅത്തുകളും കടത്തിക്കൂട്ടുന്ന ആളുകളും ഇതിൽ പെട്ടു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത വേണം. ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴുള്ള കടമകൾ എല്ലാം വിശ്വാസികൾ അറിയേണ്ടതുണ്ട്. അതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വരാജ്യങ്ങളിലും സമാധാനം പുലരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ശത്രുക്കളെയും വിധ്വംസക ശക്തികളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ തീവ്രവാദ ഭീകരവാദ ചിന്തകളിൽ നിന്നും ഈ രാജ്യത്തെയും സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കെടുതികളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.